ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ മോളാണ് പാർക്കുട്ടി. അവള് കുറച്ച് സംഭവങ്ങൾ ഈ സംഭവം എന്നല്ല, കുറച്ച് ക്രാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് എന്ന് പറയാം, അത് ഇതിൽ ചെയ്തിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഇരുന്ന് ചെയ്ത സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ആർട്ട് വർക്കുകളും ക്രാഫ്റ്റ് വർക്കുകളും ഒക്കെ. അവൾ അങ്ങനത്തെ ഒരു മേഖലയാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ടിവിയും പിന്നെ ഇത്തരം ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കുകളുമാണ് അവളുടെ മെയിൻ ഹോബീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 പേജ് അല്ലേ, 6 പേജ് ചെയ്തിട്ടുള്ളൂ. അത് കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇതല്ലേ ഫസ്റ്റ് പേജ്. ഇതെന്താ സംഭവം? ഇതൊരു വീടാണ്. ഫുള്ളി അത്യാവശ്യം കുറച്ച് സാധനങ്ങള് ഉള്ളൊരു വീട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ, ബാത്ടബൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഹൈടെക് അല്ലെങ്കിൽ വലിയ വലിയ വീടുകൾക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ ബാത്ടബ് അല്ലെ, എന്നിട്ട് കുറച്ച് സാധനങ്ങളുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. ഇത് ടിവിയാണ്, നെറ്റ്ഫ്ലിക്സ്. ഓക്കെ, ഇത് ഡബിൾ ഡെക്കർ ആയിട്ടുള്ള മറ്റേ ഡബിൾ ഡെക്കർ ബെഡ്, കട്ടില്. പിന്നെ ഇതൊരു സ്ഥലമില്ലാത്തോണ്ടാണ് ഇങ്ങനെ. ഇത് ഒരു ചെയറാണ്, സ്റ്റൂള് പോലെ. പിന്നെ ഇതൊരു അലമാരി. അതിന്റെ ഉള്ളിൽ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ. അടിപൊളിയാണല്ലോ. രണ്ട് ജോഡി ഉള്ളൂ അല്ലേ? സാറില്ല, അതിനകത്ത് അതല്ലേ കൊള്ളുള്ളൂ. ഓക്കെ, പിന്നെ ഇതിങ്ങോട്ട് 2 സെറ്റാണ്. ഇവിടെ ഒരു വര, ഇവിടെ ഗോണിയാണ് വെച്ചേക്കണേ. അതോ താഴോട്ട് ഇറങ്ങി വരാൻ? താഴോട്ട് ഇറങ്ങി വരാൻ. ഇങ്ങോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി ബാത്ടബിൽ കുളിക്കുന്നു. ഓക്കെ, പിന്നെ കുളിക്കണ്ടല്ലോ രണ്ടുപേര്. ഇതാരാ? പൂച്ചക്കുട്ടിയാ? പൂച്ചക്കുട്ടീനെ ടബില കുളിപ്പിക്കുന്നേ, അത് കൊള്ളാലോ, അത് അടിപൊളി. പിന്നെ ഇത് വാഷിംഗ് മെഷീൻ. ഇത് വാഷിംഗ് മെഷീൻ. ഇതിനകത്ത് തുണിയൊക്കെ ഇടാൻ കേട്ടോ. വാഷിംഗ് മെഷീൻ ആണ്. അതെങ്ങനെ 2 തുളയോ വാഷിംഗ് മെഷീൻ? അത് വലിയ ഉടുപ്പിന് കയറാനും ചെറിയ ഉടുപ്പിന് കയറാനും. അത് പുതിയ ടെക്നോളജി, പുതിയ കണ്ടുപിടുത്തമാണ് പാറുവിന്റെ. 2 തുളയുള്ള വാഷിംഗ് മെഷീൻ, ഒരു സൈഡിൽ കൂടെ ഒരെണ്ണം മോളിൽ കൂടെ. പിന്നെ ഇത് ക്ലോസറ്റ്, അത് ഭാഗ്യം. പിന്നെ ഇത് മറ്റേ അയൺ ചെയ്യാനുള്ള അയൺ ടേബിൾ. ഓക്കെ, അപ്പൊ ഈ വീടിന്റെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പേജാണ്. ഓക്കെ, ഇങ്ങോട്ട് ഇതെന്താ സംഭവം? ഇതൊരു ബ്യൂട്ടി പാർലർ. ആഹാ, വലിയ തലയുള്ള ഒരു പെൺകുട്ടി. ഇത് എന്ത് ചെയ്യാനാ? ത്രെഡ് ചെയ്യാനോ അതോ ഫേഷ്യൽ ചെയ്യാനാണ് ഇരിക്കുന്നത്? അല്ല, ഇത് കുറച്ച് സംഭവങ്ങൾ എനിക്ക് അറിയാവുന്ന കുറച്ച്. ചെറിയൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ. കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം ഒരുപാട് സാധനങ്ങളോ അങ്ങനെയുള്ള ക്രീമുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഒരു ചെറിയ പാർലറാണ്. അവളുടെ കൊക്കിൽ ഒതുക്കിയിട്ടുള്ള ഒരു കുഞ്ഞു പാർലർ. ഇനോഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഫൗണ്ടേഷൻ. ഇത് അതിനുള്ള പൗഡർ പാഡ്, ഫേസിൽ ഇടാനുള്ള പൗഡർ പാഡാണ് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട്, അയ്യോ, ഞാൻ കൈയിട്ട് വരുമ്പോഴേക്കും അത് കീറി പോകും. ഇങ്ങനെ പിടിച്ചിട്ട് ഊരിപ്പോയി അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. ഇതിങ്ങനെ ചെയ്യാനുള്ള. പിന്നെ ഇതൊരു ബ്രഷ്. ഇത് ബ്രഷാണോ? ഇങ്ങനെ എന്താ പറയാ, റൂഷ് ഒക്കെ ഇടാനും ക്രീംസ് ഒക്കെ പൗഡേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള. ഇതെന്നതാണ്? ഇത് ഐ ഷാഡോസ്. കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ ഇതൊരു ക്രീമാണ്. ഇതെന്താ ക്രീം? പാവാട പോലെ ഇരിക്കുന്നത് ക്രീമാണ്. അതൊരു ക്രീം. അവളുടെ ഒരു ക്രിയേറ്റിവിറ്റിയിലെ ഒരു ക്രീമിന്റെ ബോക്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ള ഫേഷ്യലോ ത്രെഡോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. ഇനി നെക്സ്റ്റ് പേജാണ്. എന്താ? ഇതൊരു ഐസ്ക്രീം പാർലർ. ഓ, കൊള്ളാം. ഇതൊക്കെ എന്താ കൊട പോലെ ഇരിക്കുന്നേ? അങ്ങനെയായിരുന്നോ? മനസ്സിലായി. അത് ഇത് സ്ട്രോബെറി ഫ്ലേവർ, ഇത് ചോക്ലേറ്റ്, ഇത് മാംഗോ ഫ്ലേവർ. അമ്പോ, കൊള്ളാം. ഞങ്ങള് രണ്ടുപേരും കൂടി ഉണ്ടാക്കിയോണ്ടാ. ഇത് മറ്റേ ഓരോരോ അതിന്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സ്ട്രോബെറി, ഓരോ ചോക്ലേറ്റ് ആണ്, പല പല ഷേപ്പിലുള്ള. ഇതെന്തോന്ന്? ഇത് മറ്റേ സ്കൂപ്പ്, ഇങ്ങനെ കോരി എടുക്കുന്ന സ്കൂപ്പ്. അതടിപൊളി. പിന്നെ ഇത് കോൺ. ഓക്കെ, ഇതിലേത് ഫ്ലേവർ വേണമെങ്കിലും ഇതിൽ നിന്ന് ഇടാം അല്ലെ? അങ്ങനെ. ഓക്കെ, അതന്നെ തുറക്ക്. അയ്യോ, വലിച്ചു പറിക്കല്ലേ? പറിച്ചില്ല. ഏത് ഫ്ലേവർ വേണ്ടേ? എനിക്ക് മറ്റേ സ്ട്രോബെറി മതി. 2 ഇടണോ? വേണ്ട, ഒറ്റ ഫ്ലേവർ മതി. ഇങ്ങനെ ഐസ്ക്രീം റെഡി. കഴിക്കണോ?
ഇത് തിരിച്ച് ഓക്കെ. ഇനി ഇതെന്താ ഇതും കപ്പ് ഐസ്ക്രീം. കപ്പ് ഓ എന്റെ അമ്മേ, കപ്പ് ഐസ്ക്രീമിന്റെ വെച്ചിട്ട് ഇത് ഏത് ഫ്ലേവർ ആണോന്ന് വെച്ചാൽ കഴിക്കാന്നല്ലേ. ഇത് കപ്പിന്റെ ഷേപ്പ് ഇല്ലല്ലോ. ഒരുവിധം അവളുടെ ക്രിയേറ്റിവിറ്റി അല്ലേ, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവള് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. ഈ ലുലു മാളിലൊക്കെ കപ്പിലൊരു ഐസ്ക്രീം കിട്ടും. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഇതിലാണ് അതേപോലെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ഇനി അടുത്ത പേജാണ്. അടുത്ത പേജ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടി പാർലറിന്റെ ഒരു ഇത് വിഭാഗം തന്നെ. ഈ കയ്യില് നഖം ഒട്ടിക്കുന്നത്, ഇതൊക്കെ പല ഡിസൈൻസിലുള്ള നഖമാണ് ഇത് ഒട്ടിക്കുന്ന പരിപാടികൾ അല്ലേ. ഓക്കെ. പിന്നെ ഇതെന്താ അതിന്റെ ടൂൾസ് ഒക്കെയാ ഇത് കയ്യിലൊക്കെ സ്റ്റിച്ചൊക്കെ വരുമ്പോ ചെയ്യാനുള്ളത്. ഓക്കെ. അതിനുള്ള ഇത് മോതിരങ്ങളാണ്. പല മോഡലിലുള്ള റിങ്ങുകളുണ്ട്. പിന്നെ അതേ സെയിം പാറ്റേണില് കൈ ചെയിൻ ഉണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് പേജാണ് മാർക്കറ്റ്. ഒരു മാർക്കറ്റിലെ ഒരു ജ്യൂസിന്റെ ഒക്കെ ഷോപ്പോ? ജ്യൂസും ഐസ്ക്രീംസോ? ഇത് ഗുഡ് ഡേ ബിസ്ക്കറ്റുകളാണ്. ആ രൂപ വരെ എഴുതി വെച്ചിട്ട് 50 റുപ്പീസ് ഗുഡ് ഡേക്ക്. ഗുഡ് ഡേക്ക് എത്രയുള്ളൂ? 50 രൂപ. ഓക്കെ. കേടുണ്ട്. ഇത് എന്താ മിൽക്കാണോ അത്? ഓക്കെ. വലിയ മിൽക്ക് പാക്കറ്റ് ആണ്. റുപ്പീസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോപ്പ് ആയതുകൊണ്ട് കറക്റ്റ് അതിന്റെ പ്രൈസ് എല്ലാം വിസിബിൾ ആണ്. 180 റുപ്പീസ്. ഇത് ഒരു പാക്കറ്റ് കേട് തൈരാണ്, അത് 50 രൂപ. ഇത് തൈരാണ്. ഇതും ചെറിയ പാക്കറ്റ് മിൽക്കാണ്, അതിന് 80 റുപ്പീസ്. വലിയ ചെറിയ പാക്കറ്റിന് 80 റുപ്പീസാ. ആ സാറല്ല, അവള് വെക്കുമ്പോ അങ്ങനെ ഇരിക്കും. എന്റെ രീതി ഇത് മറ്റേ ബബിൾ ടീ ആണ്. ബബിൾ ടീ 2 ഫ്ലേവർ ഉണ്ട്. ഇത് ബ്ലൂബെറി. ഇതെന്താ 180 റുപ്പീസാ? ഓ മൈ ഗോഡ്, ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഇവളുടെ കടയല്ലേ? അല്ല, ഇത് ലുലു മാളിലൊക്കെ ഇതിനേക്കാളും റേറ്റ് ഉണ്ടാവും ഇതിന്. ഇത് ലുലു മാളിലെ ഷോപ്പാണ്. അപ്പൊ ഇത് നോർമൽ വാട്ടർ ബോട്ടിൽ. അതിനെത്ര? 20 റുപ്പീസ്. ഓ, അത് മിനിമം ചാർജേ ഉള്ളൂ കേട്ടോ, 20 റുപ്പീസ്. നെക്സ്റ്റ് പേജ് ആണ്. അപ്പൊ നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ അറേഞ്ചിങ്. ഓക്കെ. എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊരു ബുക്ക്, നോട്ട്ബുക്ക്. ഇത് പെൻസിലെല്ലാം ബോക്സ്, ഒരു പൗച്ചാണ്. പൗച്ച് പോലെ ഇതിനകത്ത് സാധനങ്ങളും ഉണ്ട്. എന്താണ്? പെൻസിലും സ്കെയിലില്ല, പെൻസിലും പെൻസിലൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. ഇതിനുള്ളിൽ ഇങ്ങനെ പെൻസിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോണാണ്. ഫോൺ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ബാഗാണ് കേട്ടോ. അതിലെ ഫോൺ അടക്കമുണ്ട്. ഇപ്പോഴത്തെ പ്രായം അങ്ങനെയൊക്കെ ആണല്ലോ. അത് ഫോണ്. പിന്നെ ഇതൊരു ടീനേജിലാണോ ബിസ്ക്കറ്റ്? ഇതൊരു എന്താ പറയാ, ചോക്ലേറ്റ്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാവരും കഴിക്കുന്നതാണല്ലോ ചോക്ലേറ്റ്സ് ഒക്കെ. പിന്നെ ഇത് ക്യാഷ്. ഇത് കാശൊക്കെ എന്തായാലും വീട്ടിൽ നിന്ന് ആൾക്കാർ കൊടുക്കും. പാരന്റ്സ് റിച്ച് ആയിട്ടൊരു കുട്ടിയാണ്. കാശൊക്കെ ഉണ്ട്, ഫോണുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽ. പിന്നെ ഇത് നോട്ട്സ് ഒക്കെ എഴുതാനുള്ള ഒരു നോട്ട്. പിന്നെ ഇത് ബാഗാണ് കേട്ടോ. ടീനേജ് കുട്ടിയുടെ ബാഗ് കാണും, LKG കുട്ടിയുടെ പോലത്തെ. ഈ പറവ ലൗച്ചിനോ ഉണ്ട്. അപ്പൊ ടീനേജ് അതൊക്കെ ഓക്കെ, സെറ്റ് ആയിട്ട്. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ ബാഗാണ്. ഇത്രയും. ഓക്കെ. അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ? ഇനിയുണ്ടോ? കഴിഞ്ഞല്ലോ. ഇനി ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് അവളുടെ ക്രാഫ്റ്റ് വർക്കുകൾ കേട്ടോ. പക്ഷെ ഇത് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഒരുപാട് സമയം എടുത്തിട്ടാണ് അവൾ ഓരോന്നും ഒബ്സർവ് ചെയ്തിട്ട് വരച്ച് വെട്ടി കളർ ചെയ്ത് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അതൊരു അവളുടെ ഹോബിയാണ്. ഞാനത് 1 മണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. കാരണം കൂടുതലും ഇവിടെ ഹാളിൽ ഇരുന്ന് TV ഒക്കെ കണ്ടിരുന്ന് പുള്ളിക്കാരി ചെയ്യും. കുറച്ചധികം സമയം എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ കാണുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് അവളുടെ എഫേർട്ടാണ് കേട്ടോ. അതിനൊരു കൺഗ്രാറ്റ്സ് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം എന്ന് ആലോചിച്ച് വരച്ച് പടം വരച്ച് എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ബാക്ക്ഗ്രൗണ്ട് വരെ നമ്മള് കളർ അടിക്കണം. അതെ, ശരിയാണ് കേട്ടോ. ഓരോ ബാക്ക്ഗ്രൗണ്ടിലും അവള് കളർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പേജിൽ കൊള്ളാവുന്നതുണ്ടല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കളർ ചെയ്ത് ഏതെല്ലാം കളേഴ്സ് അതിന് മാച്ച് ആവുന്നുണ്ട് എന്നെല്ലാം നോക്കിയിട്ടാണ് അവളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവളുടെ ഈ ഒരു എഫേർട്ടിന് എന്തായാലും ഒരു കയ്യടി കൊടുക്കണം, ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കണം. അവളുടെ എന്താ പറയുക, വെക്കേഷൻ ടൈമിലുള്ള ഹോബിയാണ് കേട്ടോ ഇത്. ഇങ്ങനെയും ഒരുപാട് ഹോബീസൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും, പക്ഷേ എൻ്റെ പാർക്കുട്ടിയുടെ ഹോബി ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പാർക്കുട്ടിയുടെ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
ഇഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ഈ എന്താ പറയുക ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ